പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളിൽപ്പെട്ട പലരും ഹിറ്റ്ലർ ചെയ്തത് നല്ല കാര്യമായിരുന്നു പണ്ട്. ഹിറ്റ്ലറിന് ആദ്യം തന്നെ ജൂതന്മാരുടെ കളികൾ മനസ്സിലായി എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ പ്രൈസ് ചെയ്യുന്ന കാണാറുണ്ട്. അത് ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കാത്തതിൻ്റെ ഒരു കുറവാണ്. നെതന്യാഹു എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഹിറ്റ്ലറും ചെയ്തത്. എന്ന് വെച്ചാൽ നിരപരാധികളായ മനുഷ്യരെ മുൻവിധിയോടുകൂടി കൊന്നൊടുക്കുക. അവർ നാളെ ഭീഷണിയാവും അല്ലെങ്കിൽ ഇന്ന് ഭീഷണിയാണ് എന്ന് അന്ധമായി വിശ്വസിച്ചിട്ട് അവരെ കൊല്ലുക. എന്തിനാണ് ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നതെന്ന് അറിയാമോ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർ കാരണമാണ് ജർമ്മനി തോറ്റത് എന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഹിറ്റ്ലർ വിചാരിച്ചത് ആര്യന്മാർ എന്ന് പറയുന്ന അവരുടെ ബ്ലഡാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള മനുഷ്യന്മാർ. അതായത് ഒരു ബ്രാഹ്മണിക്കൽ വാദം, അതായത് ഒരുപാട് ജാതിയിൽ ഞങ്ങളുടെ ജാതിയാണ് ഉയർന്നതെന്ന് പറയുന്ന പോലെ അവരുടെ ആര്യൻ ബ്ലഡാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജാതി എന്ന് അവർ സ്വയം വിശ്വസിച്ചു. അതുപോലെ തന്നെ ഹിറ്റ്ലർ കരുതിയിരുന്നത് ജൂതന്മാർ ഭാവിയിൽ ഭീഷണിയാവും എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജൂതന്മാരെ സിയോണിസ്റ്റുകളാക്കി മാറ്റിയതും ക്രൂരന്മാരാക്കി മാറ്റിയതും ഇതേ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ചെയ്തതിന് ശേഷമാണ് അവർ ക്രൂരന്മാരായി മാറിയത് എന്നുള്ളതാണ്. നവർ നവർ എന്ന് അവർ വിശ്വസിച്ചു തുടങ്ങിയത് ഹിറ്റ്ലറിന് ശേഷമാണ്. ഹിറ്റ്ലറാണ് അവരെ സിയോണിസ്റ്റുകളാക്കി മാറ്റിയത്. ഹിറ്റ്ലർ ചരിത്രത്തിൽ അവരോട് ചെയ്ത ക്രൂരതകൾ അവരിന്ന് അറബികളോട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു കുട്ടികളെ കൊലപ്പെടുത്തുക എന്നുള്ളത്. അത് ഹിറ്റ്ലറും ചെയ്തിരുന്നു. ഹിറ്റ്ലർ ചെയ്തിരുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണോ ബിന്ത് റജബിനോട് നെതന്യാഹുവിൻ്റെ സൈന്യം ചെയ്തത് അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഹിറ്റ്ലർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഹിറ്റ്ലറിനോടൊപ്പം നിൽക്കാൻ പാടില്ല, നെതന്യാഹുവിനോടൊപ്പം നിൽക്കാൻ പാടില്ല. രണ്ടുപേരും വംശീയവാദികളാണ്, വർഗീയവാദികളാണ്.